പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നാണ്. കാരണം കരുവന്നൂർ സഹകരണ തട്ടിപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചതായിക്കോട്ടെ CPM പ്രവർത്തകരാണ്. എന്തായാലും തൃശൂർ CPM ജില്ലാ സെക്രട്ടറിയെ ഇന്ന് ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോട്ടീസൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. രേഷ്മ ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രേഷ്മ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം എത്തിയിട്ടില്ലായിരുന്നു ഈ MM വർഗീസ്. ഇന്ന് എത്തുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. വർഗീസ് കഴിഞ്ഞ 3 തവണയും EDയുടെ സമൻസുകൾ നിരാകരിച്ചത്. ഏപ്രിൽ 22, 23, 24 തീയതികളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് MM വർഗീസിന് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഈ നോട്ടീസുകൾക്കൊക്കെ തന്നെ MM വർഗീസ് സ്വീകരിച്ചത്. നേരത്തെ 5 തവണയാണ് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ആ 5 തവണയും കൃത്യമായിട്ടുള്ള ഉത്തരം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ MM വർഗീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് 6ാം തവണ വർഗീസിനെ ചോദ്യം ചെയ്യാനായിട്ട് ED വീണ്ടും ഒരുങ്ങുന്നത്. അതായത് ഈ തൃശൂർ CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് മൊത്തത്തിൽ തൃശൂർ ജില്ലയിലാകെ ഏകദേശം 81 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. പക്ഷെ ഇതിലൊക്കെ തന്നെ ഏകദേശം 70ഓളം ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള അതിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ആദായ നികുതി റിട്ടേൺസിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളോ രേഖകളോ കൈമാറാൻ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് കൈമാറാൻ വർഗീസ് തയ്യാറായിട്ടില്ല. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഇനി ED നടത്തുക. മാത്രമല്ല, ഈ കരുവന്നൂർ കേസ് വിശദമായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ തന്നെ തൃശൂർ CPM ജില്ലാ കമ്മിറ്റിക്ക് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള വിവരം ED കണ്ടെത്തുന്നത്. മാത്രമല്ല, ആ അക്കൗണ്ടുകളിലൊക്കെ തന്നെ 72 ലക്ഷത്തോളം രൂപ CPMന് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഇത് കൂടാതെയുള്ള മറ്റ് വിശദാംശങ്ങളും ED കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ് പറയാൻ തയ്യാറായില്ല. മാത്രമല്ല, CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ബിജുവിനെ കഴിഞ്ഞ 3 തവണ ചോദ്യം ചെയ്തിരുന്നു. ബിജുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ EDക്ക് ലഭിച്ചതുമില്ല. പക്ഷെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിന് ഈ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാം. ഏത് തരത്തിലാണ് ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വർഗീസിനാണ് അറിയാൻ സാധിക്കുക. പക്ഷെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഇതുവരെ MM വർഗീസ് തുടർന്ന് പോരുന്നത്. എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് ആ ഒരു സാധ്യത ഇല്ല. കാരണമെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊക്കെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ഈ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ നൽകിയിട്ടുള്ള നോട്ടീസിന് MM വർഗീസിന് മറുപടി പറഞ്ഞേ മതിയാകൂ. പ്രത്യേകിച്ച് ഈ രഹസ്യ അക്കൗണ്ടുകളിലുള്ള അന്വേഷണം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാനായിട്ട് EDക്ക് സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ വിവിധ കോടതികളടക്കം ED വ്യക്തമാക്കിയത് കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് CPM നേതാക്കൾ സഹകരിക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് അന്വേഷണം കൂടുതലായിട്ട് വൈകുന്നത് എന്നുള്ളതാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 6ാം തവണ ആണ് വീണ്ടും വിളിച്ചു വരുത്താൻ, അതായത് MM വർഗീസിനെ വിളിച്ചു വരുത്താനായിട്ട് ED ഒരുങ്ങുന്നത്. ഇതിൽ കൂടുതൽ, അതായത് രഹസ്യ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒപ്പം തന്നെ നേരത്തെ PK ബിജുവിനെ ചോദ്യം ചെയ്ത് ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തത വർഗീസിൽ നിന്ന് തേടുകയാണ് ED ഉദ്ദേശിക്കുന്നത്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് വിവിധ ബാങ്കുകളിൽ CPM ജില്ലാ കമ്മിറ്റിക്കുള്ള 81 അക്കൗണ്ടുകൾ, അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ് ED ഇനി അങ്ങോട്ട് നടത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് 6ാം തവണയും ED MM വർഗീസിനെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രേഷ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായാൽ മാത്രമേ, കൃത്യത കിട്ടിയാൽ മാത്രമേ ഈ ഒരു അന്വേഷണം തീർപ്പാക്കാൻ EDക്ക് കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും ഈ PK ബിജു എന്ന് പറയുന്ന ആളാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി തന്നെ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഉൾപ്പെട്ട ആൾ. അദ്ദേഹം പോലും അല്ലെങ്കിൽ ഈ PK ബിജു പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി EDക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ED വ്യക്തമാക്കുന്നതും. ഒപ്പം പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. CPMന് അങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നുള്ളൊരു കാര്യം, അതൊക്കെ തന്നെ ഇന്ന് MM വർഗീസിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചറിയാൻ തന്നെയല്ലേ സാധ്യത ED? രജനി പറഞ്ഞതുപോലെ തന്നെ ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ പാർട്ടി തല അന്വേഷണം നടത്തിയത് PK ബിജുവാണ്. പക്ഷെ PK ബിജു പാർട്ടി തല അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളോ അല്ലെങ്കിൽ രേഖകളോ ഒന്നും തന്നെ EDക്ക് കൈമാറിയിട്ടില്ല. നേരത്തെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായി
ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണവും അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളും ഇ ഡി നടത്തിയ ഒരു സാഹചര്യം ആദ്യഘട്ടം മുതലേ മുഖ്യമന്ത്രി ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇ ഡി മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഈ പി രാജുവിനെ പോലുള്ള ആളുകൾ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ ലോൺ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ഒരു അഫിഡവിറ്റ് അടക്കം ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPM-നെ ആകെ കൂടി പ്രതിരോധത്തിലാക്കുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കണ്ടെത്തലുകൾ ഇ ഡി നടത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ പാർട്ടിക്ക് മാത്രമല്ല നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീണ്ടും നൽകിയിട്ടുള്ള സമൻസിൽ വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയുള്ള തിരക്കുകളൊന്നും തന്നെ ഇനി ഒരു മറുപടിയായിട്ട് അല്ലെങ്കിൽ ഒരു നിലപാടായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും MM വർഗീസിനെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള നിക്ഷേപങ്ങൾ എത്രത്തോളമുണ്ട്, അതിന്റെ ഇടപാടുകൾ എത്രത്തോളമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഇ ഡിക്ക് വ്യക്തത ശരി രേഷ്മ, എന്തായാലും കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസിൽ ഏത് ഉന്നതരായിരുന്നാലും അവരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒപ്പം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കും. അത് നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്തായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വോട്ടെടുപ്പിന് മുമ്പ് ലഭിച്ച തുടർച്ചയായ 3 സമൻസുകൾ അവഗണിച്ചാണ് MM വർഗീസ് ഇന്ന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഹാജരാകാതിരിക്കാൻ MM വർഗീസിന് നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിൽ അദ്ദേഹം ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. അദ്ദേഹത്തിന് വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ MM വർഗീസ് എന്ന വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസ് അന്വേഷണം കൂടുതൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇ ഡിക്ക് കഴിയുകയുള്ളൂ. ഒപ്പം രഹസ്യ അക്കൗണ്ടുകൾ അടക്കം കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. CPM-ൻ്റെ രഹസ്യ അക്കൗണ്ടുകളിലടക്കം കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ MM വർഗീസ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ്.